ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കാടമുട്ടയാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ഒരു ബോക്സ് കാടമുട്ട വാങ്ങിയിരിക്കുന്നു. അപ്പോൾ ഒരു ബോക്സ് കാടമുട്ടയിൽ 20 കാടമുട്ട ഉണ്ടാവുക. 20 കാടമുട്ടയാണ് ഒരു ബോക്സിൽ ഉണ്ടാവുക. അപ്പോൾ ഇതിന് 20 കാടമുട്ടയ്ക്ക് 60 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കാടമുട്ട ഇപ്പോൾ കുക്ക് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് ഒരു പാത്രം എടുക്കണം. പാത്രം എടുത്ത് കഴുകിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം എടുക്കണം. നമ്മൾ സാധാരണ മാതിരി കോഴിമുട്ട പുഴുങ്ങുന്ന മാതിരി തന്നെ അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ കാടമുട്ട പുഴുങ്ങാൻ പോവുകയാണ്. പൊരിക്കുന്നില്ല. പൊരിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് പുഴുങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ വെള്ളം വെച്ചിരിക്കുന്നു. നമ്മൾ ഗ്യാസ് കത്തിക്കാൻ പോകുന്നു. അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മൾ കാടമുട്ട എടുക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ 6 കാടമുട്ടയാണ് പുഴുങ്ങാൻ ഇടുന്നത്. നല്ല ഫ്രഷ് കാടമുട്ടയാണ്. മൂന്നെണ്ണം നമ്മൾ ഇട്ട് കഴിഞ്ഞു. വെള്ളം ചൂടായി വരുന്നുണ്ട്. നമ്മളിപ്പോൾ 6 കാടമുട്ട ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഇനി അത് ബോയിൽ ചെയ്യാൻ കുറച്ച് സമയം പിടിക്കും. അതായത് നമുക്ക് കാത്തിരിക്കാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഒരു സാധനം മറന്നു. നമ്മൾ കുറച്ച് ഇതിൽ ഉപ്പ് ഇടാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ്, ഇതിൻ്റെ ചെറിയ സ്പൂണാണ്, ആ ചെറിയ സ്പൂണിൻ്റെ ഒരു പകുതി വേണ്ട, ഒരു 1/4 ഭാഗം ഉപ്പ് എടുത്തിട്ട് നമ്മൾ ഇതിലിങ്ങനെ ഇടണം. അപ്പോൾ നമ്മൾ ഉപ്പിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ബോയിൽ ചെയ്യുന്നവരെ കാത്തിരിക്കാം. ഹലോ ഗൈസ്, നമ്മളങ്ങനെ കാടമുട്ട തോടൊക്കെ പൊളിച്ചു ഫ്രഷായി നമ്മൾ വെച്ചിരിക്കുന്നു. ഹലോ ഗൈസ്, നമ്മളങ്ങനെ കാടമുട്ട റെഡിയാക്കിയിരിക്കുന്നു. മസാല ഒക്കെ പുരട്ടിയിരിക്കുന്നു. കാടമുട്ട നല്ല രസമുണ്ട്, അടിപൊളി. താങ്ക് യു. ഹലോ ഗൈസ്, നമ്മളങ്ങനെ 6 മുട്ട പുഴുങ്ങിയിരിക്കുന്നു. അങ്ങനെ ഒന്ന് ഞാൻ കഴിച്ചു. ഇപ്പോൾ ഇത് ഒന്നും കൂടി ഞാൻ കഴിക്കാൻ പോവാണ്.